ഹലോ അസ്സലാമലൈക്കും. ഈ കാണുന്ന പോലത്തെ അടിപൊളിയായിട്ടുള്ള നല്ല എലഗൻ ലുക്കുള്ള ഹെയർ വൈൻ അല്ലെങ്കിൽ ടിയാര എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം നമുക്ക് ചെയ്തെടുത്താലോ? അതും വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമാണ്. നമ്മളുടെ കയ്യിലുള്ള ഐറ്റംസ് തന്നെ നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗിയർ വയർ ആണ്. 4mm-ൻ്റെയോ 5mm-ൻ്റെയോ ഗോൾഡൻ കളറിലെയോ സിൽവർ കളറിലെയോ ഗിയർ വയർ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതുപോലത്തെ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടി കളർ ആയിട്ടുള്ള ബീഡ്സ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സ് കയ്യിലില്ലെങ്കിൽ പോലും കയ്യിലുള്ള ഏത് ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജെറാനിയം ഫ്ലവർ ആണ്. നിങ്ങൾക്ക് ജെറാനിയം ഫ്ലവർ കയ്യിലില്ലെങ്കിൽ ഫോം ഫ്ലവറോ അല്ലെങ്കിൽ മൽബറി ഫ്ലവർ അങ്ങനെ കുറേയധികം ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഫ്ലവേഴ്സ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ കുറച്ചധികം വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പല സൈസിലുള്ള വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഏതൊക്കെ സൈസിലെ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു 2 മീറ്ററോളം 2.5 മീറ്ററോളം ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാക്കി മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ലൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേന വെച്ച് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലൂപ്പ് ഇടാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ലപോലെ ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം 2 സൈഡിലേക്കും 3mm സൈസിലെ വൈറ്റ് കളറിലെ ബീഡ്സ് നമ്മൾ ഇതുപോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, 2 സൈഡിലേക്കും പിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കണം സെൻറ്റർ ഭാഗത്ത് പിരിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ബീഡ്സിൻ്റെയും ഹൈറ്റ് ഒരേ ലെവലായിരിക്കണം, എന്നാൽ മാത്രമാണ് ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പിരിക്കുമ്പോൾ ഓവറായിട്ട് പിരിക്കേണ്ട, പിരിച്ചാൽ തന്നെ നല്ല വൃത്തിക്ക് തന്നെ പിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഓവറായിട്ട് പിരിച്ചാലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഗിയർ വയർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗം പിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അപ്പുറവും ഇപ്പുറവും സൈഡിലായിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നതും നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെയായിരിക്കണം. ഇനി നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ട്. 4 വൈറ്റ് കളറിലെ ബീഡ്സും അതുപോലെ തന്നെ 4 ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗം നല്ലപോലെ പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബീഡ് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൾട്ടി കളർ ആയിട്ടുള്ള ഈ ഒരു ബീഡാണ്. നമ്മൾ നെയിം ബോയൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബീഡ്. ഈ ഒരു ബീഡ് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള 6mm സൈസിൽ ഏതെങ്കിലും ഒരു ബീഡ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ആദ്യം ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിട്ട് ചെറിയൊരു ലെങ്ത്തിൽ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ മടക്കി സെൻറ്റർ ഭാഗത്തോട്ടാക്കി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ 2 സൈഡിലേക്കും ഓരോ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രാഞ്ച് പോലെ ആദ്യം നമ്മൾ ചെയ്തില്ലേ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 സൈഡിലേക്കും ബ്രാഞ്ച് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ജെറാനിയം ഫ്ലവർ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലത് ത്രെഡാണ്. ബാക്കി എല്ലാ ഫ്ലവേഴ്സിൻ്റെയും വരുന്നത് കമ്പി ആയിരിക്കും. അപ്പോൾ പിരിച്ചു കൊടുക്കാൻ സുഖമായിരിക്കും. പക്ഷേ ഇതിൽ ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മളുടെ ബാക്കിൽ ഗിയർ വയറായിട്ട് നല്ലപോലെ ആ ത്രെഡ് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ സെൻറ്റർ ഭാഗം നല്ലപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റാക്കി തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫ്ലവർ ഊരിപ്പോരില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അപ്പുറവും ഇപ്പുറവും 2 ബ്രാഞ്ച് പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കയ്യിലുള്ള 6mm സൈസിൽ ഏതെങ്കിലും ഒരു ബീഡ് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ, ഞാൻ പറയുമ്പോൾ ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇനി എടുത്തിരിക്കുന്നത് 2 5mm അല്ലെങ്കിൽ 4mm സൈസിലെ ബീഡ്സ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 5mm സൈസിലെ 2 വൈറ്റ് ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ബ്രാഞ്ച് പോലെ അപ്പുറവും ഇപ്പുറവും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബീഡ്സും ഏത് കളറിലെ ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് സൈസും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 ബ്രാഞ്ച് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗം ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം യൂസ് ചെയ്ത മൾട്ടി കളർ ബീഡില്ലേ അത് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ട്വിസ്റ്റ് ചെയ്ത് നമ്മളൊരു ബ്രാഞ്ച് പോലെ
ചെറിയ സൈസിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ മടക്കി നമ്മളിങ്ങനെ സെൻറ്റർ ഭാഗത്തോട്ടാക്കി കൊടുക്കും. അപ്പോൾ അതിന് നടുക്ക് ഇങ്ങനെ ഒരു ഫ്ലവറിൽ നമുക്ക് ഒരു റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലവർ ഷേപ്പായിട്ട് ബീഡ്സ് സെറ്റ് ചെയ്ത് കിട്ടും. അതിൻ്റെ സെൻറ്ററിൽ ഒരു ജെറാനിയം ഫ്ലവറോ അല്ലെങ്കിൽ ഫോം ഫ്ലവർ ആകുമ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഭംഗി ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പുറം ഇപ്പുറം 3mm സൈസിലെ ബീഡ്സ് നമ്മൾ ഒരു ചെറിയ ബ്രാഞ്ച് പോലെ നമ്മൾ രണ്ടെണ്ണം വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി അധികം പേര് അതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. എന്താണ്, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ നമ്മളുടെ വീഡിയോ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ് അതൊക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തുടർന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വേണം കേട്ടോ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും നല്ല മോഡൽസൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സജഷനൊക്കെ എന്തായാലും അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മളുടെ ആ ഒരു കളർ ബീഡ് ഉണ്ടല്ലോ, മൾട്ടി കളർ ബീഡ് എടുക്കുക. എന്നിട്ട് നമ്മളൊരു സൈഡിലേക്ക് ചെറിയ ഹൈറ്റിലുള്ള ബ്രാഞ്ചാക്കി സെറ്റ് ചെയ്ത് ഇങ്ങനെ പിരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അതിനെ മടക്കി നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് നല്ലപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക സെൻറ്റർ ഭാഗം. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ബ്രാഞ്ച് പോലെ നമ്മൾ മൾട്ടി കളർ ബീഡ് ഇട്ട് തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒറ്റ പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് ജെറാനിയം ഫ്ലവർ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അപ്പുറവും ഇപ്പുറവും ഓരോ ബ്രാഞ്ച് പോലെ മൾട്ടി കളർ ബീഡ് ഇട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 5mm സൈസിലെ 2 വൈറ്റ് കളറിൽ ബീഡ് ഇട്ടിട്ട് അപ്പുറവും ഇപ്പുറവും ഒരു ബ്രാഞ്ച് പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് സെൻറ്റർ ഭാഗം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു മൾട്ടി കളർ ബീഡ് എടുത്തിട്ട് ചെറിയ ഹൈറ്റിൽ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ മടക്കി സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് ബീഡ്സ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല തിക്നെസ്സിൽ വരും, നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു ഐറ്റം കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ഐറ്റം ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നില്ല, പ്രൊഡക്റ്റായിട്ട് സെയിൽ ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്തും നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിതുപോലെ തന്നെ ബ്ലൂ കളറിലെ ബീഡ്സ് ഫ്ലവർ 2 വരുന്ന പോലെയും വൈറ്റ് കളറിലെ ഫ്ലവർ 2 വരുന്ന പോലെയും സെറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ വൈറ്റും ബീഡും അതുപോലെ ക്രിസ്റ്റൽ ബീഡും വരുന്ന പോലെ ബ്രാഞ്ച് സെറ്റ് ചെയ്തതിന് ശേഷം എൻഡിങ്ങിൽ ലൂപ്പ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഹെയറിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് വേണമെങ്കിൽ അഡൽറ്റിനൊക്കെ ആണെങ്കിൽ ഹെയർ പിന്ന് യൂസ് ചെയ്യാം. അല്ലാത്ത കിഡ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ 2 എൻഡിങ്ങിലുമായിട്ട് ഓർഗൻസ റിബൺ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഹെയറിൽ ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാൻ നല്ല സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു.